ഉത്തർപ്രദേശിലെ സംഭലിൽ മസ്ജിദ് ക്ഷേത്ര തർക്കത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4 പോലീസ് വെടിവയ്പിലാണ് പ്രദേശവാസികൾ കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനും നിരോധനമുണ്ട്. വർഗീയ കലാപമുണ്ടാക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് അഖിലേഷ് യാദവ് വിമർശിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷവും വെടിവെപ്പും ഉണ്ടായത്. പോലീസ് വെടിവെപ്പിൽ കഴിഞ്ഞ ദിവസം 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി ഇന്ന് മരിച്ചു. 20-ലധികം പോലീസുകാർക്കും 40ഓളം നാട്ടുകാർക്കും പരിക്കേറ്റു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 21 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വർഗീയ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സംഭൽ താലൂക്കിൽ 24 മണിക്കൂർ ഇന്റർനെറ്റ് സേവനം ജില്ലാ ഭരണകൂടം നിർത്തിവച്ചു. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. നവംബർ 30 വരെ പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം തടഞ്ഞു. പ്രദേശത്ത് നിരോധനാജ്ഞയാണ് 3 ദിവസമായി. മുഗൾ ഭരണാധികാരി ബാബർ 1529-ൽ ഹരിഹർ മന്ദിർ തകർത്ത് ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചെന്ന് ആരോപിച്ച് ഹിന്ദു സംഘടനകൾ നവംബർ 19-ന് സംഭലിലെ പ്രാദേശിക കോടതിയെ സമീപിക്കുകയായിരുന്നു. സിവിൽ ജഡ്ജി ആദിത്യ സിംഗ് സർവേ നടത്താനും റിപ്പോർട്ട് നവംബർ 29-ന് സമർപ്പിക്കാനും ഉത്തരവിട്ടിരുന്നു. തുടർന്ന് തിരക്കിട്ട് സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞോടിക്കാൻ ശ്രമിച്ചത് പ്രകോപനമുണ്ടാക്കി. ഇത് വലിയ കലാപമായി മാറുകയുമായിരുന്നു. തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. സർവേ നടപടികൾ പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അതേസമയം BJP ബാബറി മസ്ജിദ് മോഡലിൽ വർഗീയ കലാപത്തിന് ശ്രമിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയത് മറച്ചുവെക്കാനായി പോലീസിനെ ഉപയോഗിച്ച് കലാപം നടത്തി ശ്രദ്ധ മാറ്റുകയാണ് BJP എന്ന് അഖിലേഷ് വിമർശിച്ചു. UP തെരഞ്ഞെടുപ്പിൽ 9-ൽ 6 സീറ്റ് BJP നേടിയിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.